ആക്ടർ ജയറാം. മനോരമ ന്യൂസിൽ ഞാൻ ഇന്നലെ കണ്ടത്, ഞാൻ പറഞ്ഞതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ആളുകൾ ട്രോളുന്നതിൻ്റെ പേരിൽ വേറെ പണിക്ക് പോകാനൊന്നും പറ്റില്ല. സംഗതി ഇങ്ങേര് കുറച്ചധികം കാലമായിട്ടൊക്കെ എയറിലാണ്, നമ്മൾ കണ്ടതാണ്. വിനയേട്ടനാണ് നമ്മളെ. പക്ഷെ ഇപ്പോൾ ഇത് നുണയേട്ടൻ എന്നുള്ള സ്കീമിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ. ഇങ്ങേര് തന്നെയാണ് 2020 ക്ലൈമാക്സ് സമയത്ത് ആദ്യം ഒരു തമിഴ് ചാനലിൽ പോയിരുന്നിട്ട്, ഞാൻ ദീപാവലി ആഘോഷിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോയി, എനിക്ക് എൻ്റെ കുടുംബവും ദീപാവലിയുമായിരുന്നു വലുത്, 2020 ക്ലൈമാക്സ് ആയിരുന്നില്ല എന്നുള്ളൊരു തള്ളി. അതേ തള്ള് കേരളത്തിൽ ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത്, കേരളത്തിലെ ചാനലോ അതോ മലയാളി ആങ്കർ എങ്ങാണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇത് ശബരിമല പോക്കായി. അപ്പോൾ മൂപ്പർക്ക് തരത്തിനനുസരിച്ച് നിൽക്കാനും പറയാനും സംസാരിക്കാനും ഒക്കെ വിനയം കൂടുതൽ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഫേക്കായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ റീസെൻ്റ്ലി ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനയേട്ടൻ ഭയങ്കര ഫേക്കേട്ടനാണ്. അതിലുപരി ഒരു നുണയേട്ടനാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. വനിതയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒന്നും ഓർമ്മയേ ഇല്ല, ഇങ്ങനെ എല്ലാം മറന്നുപോയി. ഓക്കെ, എല്ലാം മറന്നുപോയൊരു മനുഷ്യനാണ്. ഒരു ആക്ടറിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലുണ്ടായ ഏറ്റവും വലിയ സിനിമ ഏതാ? 2020 ആണ് അല്ലേ? അതിലഭിനയിച്ച മലയാളത്തിലെ ലീഡിങ് ആക്ടറാണ് ഈ പറഞ്ഞ ജയറാം. അപ്പോൾ അതിൻ്റെ ഓരോ ഇൻസിഡൻസ്, ആ ഒരു സെറ്റിലുണ്ടായ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ഓർമ്മക്കുറവ് വരാൻ മാത്രമുള്ള എന്തെങ്കിലും ഒരു അസുഖം ഇങ്ങേർക്കുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഉള്ളതായിട്ട് നമ്മൾ അറിയില്ല. മനുഷ്യനാണ്, ഓർമ്മക്കുറവ് വരാം. ബട്ട് സ്റ്റിൽ ഇത്രയും ഒരു മേജർ സിനിമയുടെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ നമുക്ക് ഓർമ്മ കാണണമല്ലോ. പിന്നെ പ്രായാധിക്യം കാരണമുള്ള ഓർമ്മ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ദീപാവലി ഇപ്പുറത്ത് ഒന്ന് ശബരിമല ആക്കി പറയില്ലല്ലോ. ഓർമ്മയില്ല മോളെ, അല്ലെങ്കിൽ ഐ ഡോണ്ട് റിമെമ്പർ സാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് മറ്റേത് തമിഴ് ചാനലിൽ പോയിട്ട് മൂപ്പരുത് ഫോട്ടോ ഒക്കെ പൊക്കി പിടിച്ച് പാക്കുങ്കോ എന്നെ പാക്കപ്പോ പിക്കപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്ററില്ല എന്നൊക്കെ പറഞ്ഞ് പൊക്കി പിടിച്ച് കാണിച്ച ആളാണ്. പക്ഷെ മൂപ്പര് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്, അത് കറക്റ്റാണ്. ആൾക്കാർ അവരെയും കുറ്റം പറയരുതല്ല. അവർ പറഞ്ഞതിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സിന് പറഞ്ഞത്, പക്ഷേ അത് 10-20 വർഷം മുമ്പ് നടന്ന സംഗതി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും സത്യം പറഞ്ഞാൽ എനിക്കേ ഓർമ്മയില്ല അത് എന്തിനാ പോയത് എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അത് ഇതാണോ അല്ല മെഡ്രാസിലേക്ക് പോയതാണോ എന്താണെന്ന് പിന്നെ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ തന്നെ വർക്ക് ചെയ്തവരോട് ചോദിച്ചു, അവിടെ ആർക്കും ഓർമ്മയില്ല അത്. അതുകൊണ്ടാണ് അവിടെ ഞാനൊരു 5-6 ദിവസം നിന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് 10-20 വർഷത്തെ കാര്യമല്ലേ. അതെ അതെ ഇല്ലാന്ന്. അതെ അതെ, പ്രായാധിക്യം കൊണ്ടാവാം മറവികൾ വരുന്നത്. അതെ അതെ അതെ, അത് മനഃപൂർവ്വമല്ല. അതെ, പ്രായാധിക്യം കൊണ്ട് വരാം, മറവി സംഭവിക്കും. പക്ഷേ ഇങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പെട്ടുപോയി ട്രോളായപ്പോൾ പിന്നെ അത് മറവിയുടെ തലയിൽ കൊണ്ടുപോയിട്ടിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, ആളിപ്പോൾ ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഈ ആക്ടർ ഇന്നസെൻ്റ് അങ്ങേര് ജയറാമിനെ കുറിച്ചുള്ള ഒരു കാര്യം ഷെയർ ചെയ്യണം. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇന്നസെൻ്റ് ഡയറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നസെൻറ്റിൻ്റെ ഒരു സീരീസ് തന്നെ എനിക്കൊന്ന് കൗമുദി എങ്ങാണ്ടാണ് ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൗമുദി ചാനലിനകത്ത്. ഈ ജയറാമിൻ്റെ നുണകളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, കുറേ എണ്ണം ഉണ്ട് ഇതിനകത്ത്, ഞാൻ വെച്ച് തരാം. സംഗതി മറന്നതാണോ അതോ ഇയാളൊരു സീസൺഡ് ഫേക്ക് നുണയനാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാരണം റിയൽ ലൈഫിൽ ക്യാമറ കാണുമ്പോഴും അല്ലെങ്കിൽ 4 ആളെ കാണുന്ന സമയത്തും ആ ഒരു വിനയം, ഭവ്യത, പറയുന്ന കാര്യങ്ങളിലുള്ള ഫേക്ക്നെസ്, നുണകൾ, ഇങ്ങനെ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയതേ. ജയറാം പറയും, ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയി, ക്ഷേത്രത്തിൽ പോയി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു കഴിഞ്ഞ് പടം സൂപ്പർ ഹിറ്റ്. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് തോന്നും ഇതൊക്കെ ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജയറാം അത്യാവശ്യം ഞങ്ങളൊക്കെ പറയും നുണ എന്നുള്ളത്, ഞങ്ങളും ഇതുപോലെ തന്നെ പറയും. ഒരിക്കൽ ജയറാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് പറയണേ, ശരിയായിരിക്കാം. അപ്പോൾ ഈ നുണ പറയുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്താൻ വേണ്ടി, നല്ല നുണയാവാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കും. പ്രത്യേകിച്ച് ഞാൻ കൂടെ നിൽക്കും. അപ്പോൾ ജയറാം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട്
നിങ്ങൾ മനസ്സിലാക്കണം, നുണ ആരോടൊക്കെ പറയാം. കൂട്ടുകാരോട് പറയാം, വീട്ടിലെ അംഗങ്ങളോട് പറയാം, ഭാര്യയോട് പറയാം, അച്ഛനും അമ്മ അവരോടും പറയാം. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ നിർത്തണം. അപ്പം എന്തായാലും ഞാൻ ജയറാമിനെ പറ്റി പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേരം പോക്കെന്ന് പറയുന്നത്, ജയറാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി. അത് ക്ഷേത്രത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പൻ വിളിച്ചു ഭഗവാനെ. ഉടനെ ഭഗവാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ജയറാം പറഞ്ഞു, ഓർമ്മയില്ലേ? മനസ്സിലാണിതൊക്കെ. ആ കൃഷ്ണ ഭഗവാൻ തല കുലുക്കുന്നതായിട്ട് തോന്നി. ഓർമ്മയുണ്ട്. ഞാൻ വന്നത് എൻ്റെ ഒരു പടം നാളെ റിലീസാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ പടം റിലീസിങ്ങിന് ഞാനൊരു 10 പവൻ്റെ അരയിൽ ചുറ്റുന്നത് കൊണ്ടുവന്നത് ഭഗവാന് ഓർമ്മയില്ലേ? അപ്പോൾ ഭഗവാൻ അങ്ങനെ സംശയിച്ചു, 10 പവൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാൻ ഈ ഓടക്കോളിലൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് ഭഗവാൻ പെട്ടെന്ന് ഓടക്കോളിൽ ഇങ്ങനെ താത്തിയിട്ട് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന് തന്നെ തോന്നി, എത്രയോ ആളുകൾ എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയറാമിനോട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, 10 പവനല്ലേ, ഓർമ്മയുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ നാളെ എൻ്റെ പടം റിലീസാണ്. ഇത് റിലീസായി കഴിഞ്ഞ് ഇത് 100 ദിവസം ഓടുകയാണ്. ഞാൻ 50 പവൻ ഞാൻ കൊണ്ടുവന്നു തരും. സമ്മതിച്ചു. അങ്ങനെ അവിടുന്ന് പോകുന്നു. ശരിക്കുള്ള കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 10 പവൻ്റെ ചുറ്റ് ഈ പറഞ്ഞ അരഞ്ഞാണം ഇദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പം ഭഗവാനോട് പോലും നുണ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനിത് പറഞ്ഞത് ഇത് ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ് ജയറാമിനെ പറ്റി. കാരണം ജയറാം കുറച്ച് അല്പം നുണ പറയും. ഇത് ഇന്നസെന്റ് എന്ന് പറഞ്ഞ വ്യക്തി ജയറാമിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേ ഈ കഥയാക്കിയിട്ട് ഈ സാധനം പറഞ്ഞത്. പക്ഷേ ഈ നുണക്കഥ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താ? ജയറാം ഒരു സെറ്റിലേക്ക് വരാൻ വഴുകിയാലോ, അല്ലെങ്കിൽ ഒരു എൻറ്റയർ യൂണിറ്റിനെ വെയിറ്റ് ചെയ്യിച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ള സ്കീമൊക്കെ വരുമ്പോൾ ഇങ്ങനെ നുണ പറയണം. ഈവൺ ഈ അമ്പലം റിലേറ്റഡ് ആയിട്ട് നുണ പറയാനും ആശാനും മടിയില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ജയറാമിന്. അപ്പോൾ സീസണിൽ നുണയനാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് നുണ പറഞ്ഞു ഇതേപോലുള്ള കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇന്നസെൻ്റ് അടക്കം അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ എനിക്ക് കഥ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ ഞാനതാ പറഞ്ഞത്, ഇങ്ങനെ മറവി കാരണം 2 ചാനലിലും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ദീപാവലി, കേരളത്തിൽ ശബരിമല എന്ന് മാറ്റി പറഞ്ഞത് സംഗതി ഓർമ്മക്കുറവ് കൊണ്ടൊന്നും ആവാനുള്ള സാധ്യതയൊന്നുമില്ല. ഇതന്നെ ഈ നുണേൻ്റെ സ്കീമിൽ തന്നെയാണ് ഈ സാധനം അടിച്ചു വിട്ടുള്ളതെന്നുള്ളത് ഏറെക്കുറെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഒരു അതും കൂടിയും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം വേറെ ഒന്നുള്ളത്, ഒരാൾ മീൻ പിടിക്കാനിരിക്കുകയാണ്. മീൻ ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളിങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആദ്യത്തെ വരാൽ അത് ഞാൻ മറ്റേ ഗീവർഗീസ് പുണ്യാളിന് ഞാൻ കൊടുക്കും, അതിൻ്റെ വിറ്റ് അതിൻ്റെ പൈസ ആ പുണ്യാളിന് കൊടുക്കും. അങ്ങനെ ഇയാൾ ചൂണ്ടിയിട്ടുകൊണ്ടിരുന്നു. കാരണം മീനൊക്കെ ഉള്ള ഒരു തോടാണ്. അങ്ങനെ അയാൾ നോക്കിയപ്പോൾ വലിച്ചൊരു ഇത്രയും പോകുന്ന വലിയൊരു വരാലാണ് ഇയാൾക്ക് കിട്ടിയത്. കൊടുക്കാം എന്ന് പറഞ്ഞ് ഇത് വിറ്റ് ആ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു, ആദ്യം കിട്ടുന്ന മീനിൻ്റെ. അങ്ങനെ എടുത്ത് പൊക്കി കഴിഞ്ഞെടുത്ത് ഇയാൾ അതിൻ്റെ ചൂണ്ടേന്ന് കൂടെയിരിക്കി ആ മീനെ ഇട്ടിട്ട് ഇയാൾ പറഞ്ഞു, അതെ ഇതിൽ കിടക്കട്ടെ, കാരണം ഇതിൽ വരുന്നത് രണ്ടാമത് കിട്ടുന്ന മീൻ പുണ്യാളിന് തരാം. കാരണം ഇത് ഭയങ്കര മീനായിപ്പോയി. പെട്ടെന്ന് ഈ പറഞ്ഞിട്ട് ഇയാൾ ചൂണ്ടതിലേക്ക് ഇട്ട വഴിക്ക് ഈ കൂടെ കിടക്കുന്ന മീൻ പെടഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വീണുപോയി, ചാടി വീണു. അപ്പോൾ ഇയാൾ പറയാം, ഈ പുണ്യാളിന് കളിയും തമാശ തിരിച്ചറിയില്ലേ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, അപ്പോൾ ഈ ചാടി പോവുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൽ ഒരു ചെറിയൊരു നുണ പറഞ്ഞ്
രക്ഷപ്പെടാൻ നോക്കിയ ഒരു ജയറാമിൻ്റെ കഥ പറഞ്ഞു എന്ന് മാത്രം. ഈ മീൻകഥയും നമുക്ക് ജയറാമിൻ്റെ കേസിൽ പെട്ടെന്ന് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാമിനെ അഭിനയിപ്പിച്ച ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസറുടെ അതിദാരുണമായ അവസ്ഥയും ഈ പറഞ്ഞ ജയറാം അയാൾക്ക് കൊടുത്തൊരു വാക്കും പഴയ ചാക്കും, ഇത് എന്ത് വന്നാലും ഈ സിനിമയ്ക്ക് ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ സപ്പോർട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അയാളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയും, പിന്നെ ഈ ജയറാം അയാൾക്ക് അയച്ച ഓഡിയോ റെക്കോർഡുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോയിട്ടോ കണ്ടിട്ടോ അയാളുടെ അവസ്ഥകൾ അന്വേഷിച്ചിട്ടോ അയാളെ സഹായിച്ചിട്ടോ ഇല്ല. മീൻ കഥ പോലെ തന്നെ ഏത് പടച്ചോനാണെന്നുണ്ടെങ്കിലും കിട്ടിയത് നല്ല കനത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടച്ചോനും കൊടുക്കണ്ടല്ലോ, പറഞ്ഞത് നല്ല മാറ്റി പറയാം. ആ സ്കീം ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇതിപ്പോൾ എത്രയോ മുന്നുള്ള ഒരു എന്താ പറയുക ഇങ്ങനത്തെ എപ്പിസോഡാണ് ഇന്നസെൻറ്റിൻ്റെ. അതിൽ കൃത്യമായി ജയറാമിനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് വിടുന്നുള്ള ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പം റീസെൻ്റ്ലിയാണ് ഈ പ്രൊഡ്യൂസർ റിലേറ്റഡ് ആയിട്ടുള്ള ജയറാമിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ആ പാവത്തിന് ആ അവസ്ഥയിലായിട്ടും സഹായിച്ചില്ല, അല്ലെങ്കിൽ അതറിഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ ആ ഫോണിനകത്തും പിന്നെയും അതൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അത് പിന്നെ പടച്ചോൻ്റെ വ്യക്തിക്കായി പോയി അത്. അങ്ങനെയൊക്കെ ഒരു അട്ടർ എന്താ പറയുക നല്ലൊരു നുണയനും നല്ലൊരു ഫേക്കും. അതെന്താ പറയുക കുറേ കാലം കഴിഞ്ഞ് ഈ മുഖംമൂടി ചാടും. ആ ചാടിയതാണ് ഇപ്പോൾ സത്യത്തിൽ ഇയാൾക്ക് തിരിച്ചടി ആയത്. കണ്ടില്ല ഇനി കാളിദാസ് ജയറാമിൻ്റെ ഒപ്പം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. കാളിദാസ് സ്വന്തം മകൻ തന്നെ ചില സാഹചര്യത്തിൽ ഞെട്ടി പോകുന്നുണ്ട്. ഇയാൾ എന്താ അങ്ങനെ പറയണെന്നുള്ളത്. എൻ്റെ പെരുമ്പാവൂർ കഥകൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും. അത് ഏതാ ഏറ്റവും ഇഷ്ടമുള്ള പെരുമ്പാവൂർ കഥ? ഒരുപാടുണ്ട്. അതുകൊണ്ട് എൻ്റെ ബോയ്സ് സ്കൂൾ കഥകൾ, പെരുമ്പാവൂരിലെ വീരകഥകൾ, ഇതൊക്കെ ഒറിജിനൽ ആണോന്ന് ദൈവത്തിന് വീരകഥകൾ കേൾക്കുമ്പോൾ നമ്മൾ സംശയിക്കണം. അതെ, ഇതൊക്കെ ഒറിജിനലാണോ എന്നുള്ളത് സംശയമുണ്ട് എന്നുള്ളത്. കാരണം എന്താ പറയുക മൂപ്പര് ഈ പല കഥകളും കഥയായിട്ട് തന്നെ അടിച്ചിറക്കി വിട്ട് പറയുകയാണ്. മൂപ്പർക്ക് മുന്നിൽ നിൽക്കുന്ന ആരാണോ ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളാണെങ്കിൽ അത്, മീഡിയ ആണെങ്കിൽ അവർ, ഇല്ല വലിയൊരു ക്രൗഡാണെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനോ അല്ലെങ്കിൽ മൂപ്പർക്ക് അവരുടെ മുന്നിലൊരു നല്ല കുട്ടിയായി മാറാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കഥകളും പൊടിക്കൈകളും ഒക്കെ ആയിട്ട് മൂപ്പർ ആ സാധനം ഇറക്കി വിടും. ഇത് തന്നെ ഞാൻ നിങ്ങൾക്കൊരു സ്റ്റേജിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ഒരു കഥ പറഞ്ഞെങ്കിൽ ഒരു പ്രേമക്കഥ. ഈ പ്രേമക്കഥ പറയുമ്പോൾ അപ്പുറത്ത് കാളിദാസുണ്ട്, ഭാര്യയുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്താ സംഭവിച്ചെന്നാണ് നിങ്ങൾ ആദ്യം പ്രേമക്കഥ പെട്ടെന്ന് ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഓർമ്മ വന്ന കഥയല്ലേ കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇത് നിങ്ങൾ ആലോചിക്കുക ആ ക്രൗഡിൻ്റെ ഒരു ഇത്. ഓ, ജയറാം എന്ന് പറഞ്ഞൊരു ആക്ടറിൻ്റെ ആ ഒരു പ്രേമക്കഥ, പിന്നെ കുറച്ച് മീഡിയാസിന് ഇത് എക്സ്ക്ലൂസീവ് ഒക്കെ ആക്കാൻ പറ്റുന്ന സാധനം, അങ്ങനത്തെ ഒരു ഐറ്റം അറിയാമല്ലോ. ഒരു സെലിബ്രിറ്റീൻ്റെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് നോക്കുന്ന ക്രൗഡാണല്ലോ, വ്യൂവർഷിപ്പാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ലൈവ് ക്രൗഡ് ഇതിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുകയല്ലേ. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടിരുന്ന ഭാര്യയ്ക്ക് മൈക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. 30 പറഞ്ഞതാണെങ്കിൽ അതിലും വിറ്റ്. അതായത് ഇയാളുടെ തള്ളു കഥകൾ ഇവർ ഫാമിലി തന്നെ ഇയാളുടെ തള്ളു കഥയാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ മൂപ്പര് നുണക്കഥ അടിച്ച് നുണ പറയാൻ ഒരു മടിയില്ല തോന്നുന്നു മൂപ്പർക്ക്. ഓക്കെ, ഈ വിനയം കാണിക്കുന്നതും നാട്ടുകാരെ കാണുമ്പോൾ ഈ കാണിക്കുന്ന ഭവ്യതയും വിനയേട്ടനാവുന്നതൊക്കെ അതിലുപരി ഇയാളൊരു നുണയേട്ടനും കൂടിയാണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഫേക്ക് പാക്കേജാണ് ഈ ചങ്ങായി എന്നുള്ളത് ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയി പോവാണ്. വരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഇരിക്കുന്നു. അതായത് മൂപ്പര് ആ കഥ പറഞ്ഞിട്ടേ ഭാര്യക്കിട്ടൊരു കൊട്ടി പോവാൻ നോക്കിയതാണ്. പക്ഷേ ഇതാണ് അവസ്ഥ. ഇയാളിങ്ങനെയാണ് റിയൽ ലൈഫിൽ തന്നെ. ഇവരെന്നെ ഇയാളുടെ നുണക്കഥ കേട്ടിട്ട് ഇയാളെ വിടുന്നില്ല. മനസ്സിലായോ? ഞാൻ ആലോചിക്കുന്നത് ഇയാളിങ്ങനെയൊക്കെ എത്ര പ്രൊഡ്യൂസർമാരുടെ അടുത്തും എത്ര ആൾക്കാരുടെ അടുത്തും തള്ളിയിട്ടുണ്ടാവും. ഈ കഥയൊക്കെ കേട്ടിട്ട് എത്ര പേര് പോയി പെട്ടിട്ടുണ്ടാവും. പലരും പുറത്ത് പറയാതിരിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. ആ ഇൻ്റർവ്യൂന്ന് ഇനിയുണ്ട് കുറച്ച് സാധനങ്ങൾ. പണ്ട് താങ്കളെല്ലാവരും മറ്റുള്ളവരെല്ലാവരും സ്റ്റാമ്പ് കളക്ട് ചെയ്യുമ്പോൾ താങ്കൾ ആനക്കുട്ടിയുടെ ഫോട്ടോസ് അല്ലേ കളക്ട് ചെയ്തിരുന്നത്? ഒരുപാടുണ്ട്. അല്ലേ? അറിയില്ലേ? ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആനക്കാരനാവണം എന്നുള്ളത്. അയ്യോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനക്കാരനാവണം എന്നുള്ളതിന്റെ സ്കൂളിലും എല്ലാം പഠിക്കുന്നു. സംഗതി ഇങ്ങനെ ആനപ്രേമുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ആനപ്രേമുണ്ട്, ചെണ്ടപ്രേമുണ്ട്, ആനകളെ കുറിച്ച് നോളജ് ഉണ്ട്, എല്ലാം ഉണ്ട്. കാളിദാസും ഇങ്ങേരുടെ ഈ ഇൻ്റർവ്യൂ, കാളിദാസ് ഇപ്പോൾ എത്ര വയസ്സിലാണ് വന്നിരിക്കുന്ന ആ ഇൻ്റർവ്യൂ നമുക്ക് കണ്ടറിയാം. വലിയ കുട്ടിയാണ്. ഈ റീസെൻ്റ്ലി വന്നൊരു ഇൻ്റർവ്യൂ ആണ്. അച്ഛൻ ആനപ്രേമുണ്ട് എന്നുള്ളത് നാട് മൊത്തറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർ സംസാരത്തിലോ ഇവരുടെ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞ ഒരു അച്ഛൻ്റെ ആനപ്രേമവും പണ്ട് അച്ഛന് ആനക്കാരനാവണമെന്ന ആഗ്രഹമൊക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ് കാളിദാസിൻ്റെ
റിയാക്ഷൻ കണ്ടോ? ഓ, അതായത് അച്ഛൻ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ആനക്കാരനായിരുന്നു, എനിക്ക് ആഗ്രഹം അതായിരുന്നു. അപ്പോൾ കാളിദാസ് ഇത് ആദ്യമായിട്ട് കേൾക്കണം. ആ ഒരു മൂഡിലാണ് കാളിദാസ് ഞെട്ടിപ്പോവാണ്. ഇയാളെന്താ പറയുക, ഈ ഇൻ്റർവ്യൂ കോമഡിയാണ്. ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ പല സാധനവും ഇങ്ങനെ പറയുമ്പോൾ കാളിദാസിൻ്റെ കുറേ മറ്റേ ആക്ഷൻസ് ഉണ്ട്, ഒക്കെ തള്ളാന്നൊക്കെ പറയുന്ന ഐറ്റം കൂടി ഉണ്ട്. ആനകളെ കണ്ട ചില ആൾക്കാരൊക്കെ ഉണ്ടോ, ആനയുടെ നഖം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ആളുടെ നഖം, അങ്ങനെയൊക്കെ നഖം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പക്ഷെ പറ്റില്ല. ആളെ കണ്ടാ അറിയാം. പിന്നെ ഓരോ ആനയ്ക്ക് ഓരോ മുഖച്ഛായ ഉണ്ട്, അത് ആനയെ അറിയാവുന്നവർക്ക് അറിയാം. ഇല്ലില്ല, അത് ചുമ്മാ പറയുന്ന നുണയാണ് പറയുന്നത്. സത്യം ആനപ്രേമികളായിട്ടുള്ള ആൾക്കാർ ചോദിച്ചോ. അതായത് സംഗതി ഇൻ്റർവ്യൂവർ അവർ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ കാളിദാസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചു. കാളിദാസ് ഇല്ല എന്ന് പറഞ്ഞത് കാളിദാസിന് മനസ്സിലാവില്ല എന്നുള്ളതായിരിക്കും, പക്ഷെ അത് ജയറാമിന് കൊണ്ട് അവൻ ചുമ്മാ പറയണ ഞാൻ നുണ പറയാന്നുള്ളത്. അയ്യോ, ഞാൻ ആലോചിക്കുന്നത് ഇയാൾ ഏത് റിയൽ ലൈഫിലൊക്കെ ഇയാൾ ഏത് ലെവൽ തള്ളായിരിക്കുന്ന അതിൻ്റെ ഒരു കുറച്ച് പോർഷനാണ് മീഡിയനെ കാണുമ്പോഴും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിക്കകത്തുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്നസെൻ്റ് ഒരു കഥ പറഞ്ഞ് ഇതുപോലെ ഒരുപാട് കഥകൾ, ഇയാളെ തള്ളു കഥകളും നുണക്കഥകളൊക്കെ പുറത്തു വരാനുണ്ടാവൂടെ. പിന്നെന്താ അറിയോ, ആ ഒരു പ്രൊഡ്യൂസറിൻ്റെത് കുറച്ച് മോശമായിപ്പോയി. കാരണം ഇയാളെ വാക്ക് വിശ്വസിച്ച് പോയി മകനെ വെച്ചൊരു പടം ചെയ്ത് എന്ത് ഹെൽപ്പിനും എന്നും കൂടെ ഉണ്ടാവും, ആ പണം 7 നില 8 നില പൊട്ടി. അപ്പോൾ ഇയാൾക്ക് സഹായിക്കാൻ പറ്റുന്നൊരു കപ്പാസിറ്റിയിലാണല്ലോ ഉള്ളത്, ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മൂപ്പരുടെ സ്ഥിരം തള്ളു ഇതിൽ കുറേ എടുത്ത് വെച്ച് പറയാനാണെങ്കിൽ ഇയാളെ കുറേ ഐറ്റങ്ങളുണ്ട് കേട്ടോ. ഇയാൾ ഞാൻ മറന്നു പോച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തു കൊണ്ടുവന്നത്. എങ്ങനെ മറന്നുപോയി എന്നുള്ളത് എങ്ങനെ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളൊരു പക്ക ഫേക്ക് മനുഷ്യനാണ്. റിയൽ ലൈഫിൽ നിങ്ങൾ ഇത്രയും ഫേക്ക് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തല്ലേ, എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? ഈ കാളിദാസൊക്കെ വീണ്ടും കുറച്ചും കൂടി അല്ല, നല്ല റിയലാണ്. കറക്റ്റ് ഉത്തരങ്ങളുണ്ട്, കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ ചെങ്ങായിന് ഇത്ര കാലമായിട്ട് മലയാളികൾക്ക് ഇപ്പോഴാണ് ഇയാളുടെ ഈ ഒരു സാധനം പൊട്ടിച്ചാടിയത്. പിന്നെന്താ പറയുക, അവിടെ ഈ മൂപ്പര് കീപ്പ് ചെയ്യുന്ന മറ്റേ സാധനം കേട്ടോ, എന്തായാലും പൊളിഞ്ഞ്. എന്നാലും മൂപ്പരത് വിടണില്ല. എന്ത് ചെയ്യാനാ, ഞാനൊരു പാപം, എനിക്ക് ട്രോള് വന്നാലും കുഴപ്പമില്ല, എനിക്ക് ഈ പണിയല്ലോ, ഞാൻ ജീവിച്ചു പോട്ടെ. വീണ്ടും അതേ സാധനം തന്നെയാണ് മൂപ്പര്. അയ്യോ, ഇനി എന്ന് വരുമോ താഴെ ഏറുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്.